നമസ്കാരം. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് തന്നെ കുറച്ച് അടുപ്പിച്ച് സ്കാൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഇനി എത്ര സ്കാൻസ് ചെയ്യേണ്ടി വരും, ഇനി ഒരുപാട് സ്കാൻസ് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻസിയിൽ നമ്മൾ എത്ര സ്കാൻസ് എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 5 സ്കാനാണ് നിർബന്ധമായിട്ട് പറയുക. പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 6 സ്കാൻ എന്ന് പറയും. അത് ഞാൻ ലാസ്റ്റ് പറയാം. 5 സ്കാൻ ആദ്യം നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് സ്കാൻ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റിംഗ് സ്കാൻ, അതായത് 8 to 10 വീക്സ്, 8 ആഴ്ച മുതൽ 10 ആഴ്ചയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഡേറ്റിംഗ് സ്കാൻ. എന്തിന് ഡേറ്റിംഗ് സ്കാൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പീരീഡ്സ് തെറ്റി വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പീരീഡ്സ് കറക്റ്റായിട്ട് വരുന്നവർക്ക് തന്നെ ചിലപ്പോൾ ഓവുലേഷൻ നടന്നിരിക്കുന്നത് ലേറ്റ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബേബി ഉണ്ടാകുന്നത് ലേറ്റ് ആയിട്ടായിരിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കിന് ബേബിയുടെ ഗ്രോത്തിന് ഡിഫറൻസ് വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡെലിവറി ഡേറ്റിന് ഡിഫറൻസ് വരും. അപ്പോൾ ഈ ഡെലിവറി ഡേറ്റിന് ഉണ്ടാകുന്ന ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്കാനാണ് ഫസ്റ്റ് സ്കാൻ എന്ന് പറയുന്നത്, അഥവാ ഡേറ്റിംഗ് സ്കാൻ. സോ അത് 8 ആഴ്ചയ്ക്കും 10 ആഴ്ചയ്ക്കും ഇടയ്ക്കാണ് സാധാരണയായിട്ട് ചെയ്യാറ്. കാരണം ആ സമയത്താണ് നമുക്ക് ബേബിയുടെ ലെങ്ത്ത് നല്ല രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റുക. സെക്കൻഡ് എന്ന് പറയുന്നത് NT സ്കാൻ, അഥവാ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം പോലെ ജനിതക വൈകല്യങ്ങളുള്ള ബേബി ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സ്കാൻ. ഇത് സാധാരണ നമ്മൾ 12 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും ഇടയ്ക്കാണ് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് ടൈമിംഗ് ഉണ്ട്. ബാക്കിയുള്ള സ്കാൻസ് പോലെയല്ല. 14 ആഴ്ചയ്ക്ക് ഉള്ളിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് NT സ്കാൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുക. NT സ്കാനിൻ്റെ മെഷർമെൻറ്റ്സ് ആ 14 വീക്സിനുള്ളിലാണ് എടുക്കേണ്ടത്. എന്താണ് NT സ്കാൻ എന്നും എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ദയവേത് പോയി കാണുക. പിന്നെ മൂന്നാമത്തെ സ്കാൻ എന്ന് പറയുന്നത് അനോമലി സ്കാൻ, അഥവാ അംഗവൈകല്യങ്ങൾ നോക്കാനുള്ള സ്കാൻ. അതെപ്പോൾ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 19 ആഴ്ച കഴിഞ്ഞ് 22 ആഴ്ചയ്ക്കുള്ളിലാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. എന്തുകൊണ്ട് 19 ആഴ്ച കഴിഞ്ഞ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് ലേറ്റായിട്ട് വരുന്ന അനോമലീസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. എന്തുകൊണ്ട് 22 വീക്സ് കഴിയരുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ 22 വീക്സിൽ സ്കാൻ കൊടുത്താലും പലരും 24-25 വീക്സിലൊക്കെയാണ് സ്കാൻ ചെയ്ത് വരിക. ആക്ച്വലി നമുക്ക് ഇന്ത്യയിൽ ലീഗലി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അതായത് ഇപ്പോൾ കുട്ടിക്ക് പുറത്ത് ജനിച്ചു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റാത്ത, അതായത് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും അംഗവൈകല്യങ്ങളുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ അബോർഷൻ ചെയ്യാനുള്ള ഇന്ത്യയിലുള്ള ലീഗലായിട്ടുള്ള അനുവാദം എന്ന് പറയുന്നത് 24 ആഴ്ച വരെയാണ്. അപ്പോൾ നമുക്കത് 22 വീക്സിലെങ്കിലും ഡയഗ്നോസ് ചെയ്താലാണ് നമുക്കത് 24 വീക്സിനുള്ളിൽ അബോർഷൻ ചെയ്യാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്തിനുള്ളിലെങ്കിലും ആ സ്കാൻ ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ 24 വീക്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇങ്ങനത്തെ വലിയ അംഗവൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മെഡിക്കൽ ബോർഡൊക്കെ വെച്ച് ഡിസ്കസ് ചെയ്ത് അത് കോടതിയുടെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ കൂടെ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും കോംപ്ലിക്കേഷൻ ആക്കാതെ നമുക്ക് 22 വീക്സിനുള്ളിൽ ഒരു 5 മാസത്തെ സ്കാൻ ചെയ്താൽ കുട്ടിക്ക് കിഡ്നി ഉണ്ടോ, ലിവറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹാർട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമുക്ക് ആ സ്കാൻ വഴി നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന സ്കാൻ എന്ന് പറയുന്നത് ഗ്രോത്ത് സ്കാനാണ്. ഗ്രോത്ത് സ്കാൻ എന്ന് പറയുന്നത് യൂഷ്വലി ഒരു 32 ആഴ്ച 34 ആഴ്ചയ്ക്ക് ഇടയ്ക്കാണ് ചെയ്യുന്നത്. എന്തിന് ഇത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു 32 ആഴ്ച 34 ആഴ്ച ആകുമ്പോഴാണ് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ചിലർക്ക് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ 32 ആഴ്ചയ്ക്ക് മുന്നേ വരും. 32 ആഴ്ച 34 ആഴ്ചയ്ക്ക് മുന്നേ വരുന്ന ഗ്രോത്ത് റെസ്ട്രിക്ഷൻ നമ്മൾ ഏർലി ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയും. അങ്ങനെ വരുന്നത് പ്ലാസന്റേഷൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതായത് അമ്മയ്ക്ക് BP ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അമ്മയിൽ നിന്ന് കുട്ടിയിലോട്ടുള്ള രക്തോട്ടം കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു 34 വീക്സിന് മുന്നേ തന്നെ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇല്ല എന്നുള്ളവർക്കാണെങ്കിൽ 34 വീക്സ് കഴിഞ്ഞിട്ടാണ് സാധാരണ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വരിക. അതായത് ഫുഡ് പ്രോപ്പർ അല്ല, അങ്ങനെയൊക്കെ വരുന്ന പ്രശ്നങ്ങൾ കാരണം വരുന്നത്. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാനാണ് നമ്മൾ ഒരു 32-34 ആഴ്ചയ്ക്കിടയ്ക്ക് ഗ്രോത്ത് സ്കാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന സ്കാൻ എന്ന് പറയുന്നത് 9 മാസത്തെ സ്കാൻ, അതായത് ഒരു അറൗണ്ട് 36 വീക്സ്, 36 ആഴ്ചയ്ക്ക് ചുറ്റും. അത് 36-37 വീക്സിലാണ് സാധാരണ ചെയ്യുക. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട 5 സ്കാനിനെ പറ്റി. ഇനി ഞാൻ പറഞ്ഞ 6ാമത്തെ സ്കാൻ എന്താണല്ലേ, അത് ഫസ്റ്റ് വിസിറ്റിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ ചെയ്യുന്ന സ്കാനാണ്. അതായത് യൂട്രസിനുള്ളിൽ തന്നെയാണ് പ്രഗ്നൻസി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അതെന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ട്യൂബൽ പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്ത് ആ പേഷ്യൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏർലി ആയിട്ട് യൂട്രസിനുള്ളിലാണ് സാക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ചെയ്യുന്ന സ്കാൻ. അപ്പോൾ എത്ര സ്കാൻ വേണം പ്രഗ്നൻസിയിൽ എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.